ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ദ ലോ ഓഫ് ഈക്വൽ ഏരിയാസ് എന്നുള്ളതാണ്. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ സെൻട്രൽ ഫോഴ്സ്. ലെറ്റ് O be the center of the force and R is the position vector from O to the particle. Assume the particle moves from P1 to P2 in a time delta t. Corresponding to the 2 points, the coordinates in spherical polar coordinates are r theta and r plus delta r theta plus delta theta respectively. അതായത് ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക, അത് മൂവ് ചെയ്യുന്നത് സെൻട്രൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O ആയിട്ട് എടുക്കുക. R ഈസ് ദ പൊസിഷൻ വെക്ടർ ഫ്രം O ടു ദ പാർട്ടിക്കിൾ. സെൻറ്റർ അഥവാ ഓയിൽ നിന്ന് പാർട്ടിക്കിളിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് വെക്ടർ R എന്ന് പറയുന്നത്. അസ്യൂം ദാറ്റ് ദ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം P1 ടു P2. അസ്യൂം ചെയ്യുക, പാർട്ടിക്കിൾ P1 നിന്ന് P2യിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യുക. ഇൻ എ ടൈം ഡെൽറ്റ ടി. കറസ്പോണ്ടിങ് ടു ദ 2 പോയിൻറ്റ്സ് ദ കോർഡിനേറ്റ്സ് ഇൻ സ്ഫെരിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. സ്ഫെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ P1ൻ്റെയും P2ൻ്റെയും സ്ഫെരിക്കൽ പോളാർ കോർഡിനേറ്റ് ഏതാണെന്ന് വെച്ചാൽ P1ൻ്റെ സ്ഫെരിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റയും P2ൻ്റെത് ആർ പ്ലസ് ഡെൽറ്റ ആർ തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റയുമാണ്. അപ്പോൾ P1 നിന്ന് P2യിലേക്ക് ഡെൽറ്റ ടി ടൈം കൊണ്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റയാണ്. അപ്പോൾ ആ ഡെൽറ്റ തീറ്റ ഡിസ്പ്ലേസ് ചെയ്യുമ്പം ആ പാർട്ടിക്കിൾ സെപ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ബേസ് വരുന്നത് ആർ പ്ലസ് ഡെൽറ്റ ആറും ആൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് വരുന്ന ആർ ഡെൽറ്റ തീറ്റയുമാണ്. ഹെൻസ് ദ ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഇസ് ഗിവൺ ബൈ സ്മോൾ ട്രയാങ്കിളിൻ്റെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഡെൽറ്റ എ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണല്ലോ. ഇവിടെ ബേസ് എന്ന് പറയുന്നത് ആർ പ്ലസ് ഡെൽറ്റ ആറും എച്ച് അഥവാ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആർ ഡെൽറ്റ തീറ്റയുമാണ്. അപ്പോൾ ആ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു 1/2 ആർ പ്ലസ് ഡെൽറ്റ ആർ ഇൻറ്റു ആർ ഡെൽറ്റ തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ പ്ലസ് ആർ ഡെൽറ്റ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം എടുത്താൽ ഈ ഇവിടെ ഉണ്ടാകുന്ന സ്മോൾ ഏരിയൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ dA/dt ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 dA/dt ഈസ് ഈക്വൽ ടു 1/2 ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി പ്ലസ് ആർ സ്ക്വയർ ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇവിടെ ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് രണ്ട് സ്മോൾ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ രണ്ട് സ്മോൾ ക്വാണ്ടിറ്റീസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും സ്മോളർ ആവുക ചെയ്യുക. അപ്പോൾ ഈ ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ ടേം മൊത്തമായിട്ട് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് dA/dt ഈസ് ഈക്വൽ ടു 1/2 ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി എന്ന് മാത്രം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആർ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇൻ പോളാർ കോർഡിനേറ്റ്സ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് v ഈസ് ഈക്വൽ ടു ആർ ഡോട്ട് പ്ലസ് ആർ തീറ്റ ഡോട്ട്. അപ്പോൾ പോളാർ കോർഡിനേറ്റ്സിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ്, ആർ ഡോട്ട് പ്ലസ് ആർ തീറ്റ ഡോട്ട്. അപ്പോൾ ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം, ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം L ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്, അത് നമുക്കറിയാം. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ mv ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പം പിക്ക് പകരം mv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ L അഥവാ ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ആർ ക്രോസ് mv എന്ന് പറയും. അപ്പോൾ ഈ v സ്ഫെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ വെലോസിറ്റി എന്താണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റിക്ക് പകരം ഈ ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർ ക്രോസ് എം ഇൻറ്റു ആർ ഡോട്ട് പ്ലസ് ആർ തീറ്റ ഡോട്ട് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് കെ ക്യാപ്പ്. ഈ കെ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ ആംഗുലാർ മൊമെൻറ്റം ഇൻ ദ ഡയറക്ഷൻ ഓഫ് സെഡ് ആണ്. സെഡ് ഡയറക്ഷനിലാണ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം സെഡ് ഡയറക്ഷനിലെ ആംഗുലാർ മൊമെൻറ്റം LZ എന്നെടുക്കുക. അതിൻ്റെ യൂണിറ്റ് വെക്ടർ കെ ക്യാപ്പ്. അപ്പോൾ വേർ ആർ ഡോട്ട് ക്രോസ് ആർ ഡോട്ട് ഇസ് ഈക്വൽ ടു 0
ആൻഡ് തീറ്റ ഡോട്ട് ക്രോസ് തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. അതായത് രണ്ട് സെയിം ക്വാണ്ടിറ്റീസിൻ്റെ വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് 0 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആംഗുലർ മൊമെൻറ്റം LZ ഇസ് ഈക്വൽ ടു mr² തീറ്റ എന്ന് കിട്ടും, വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ഏരിയനെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ dA/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് 1/2 r² തീറ്റ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം mr² തീറ്റ എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ആംഗുലാർ മൊമെൻറ്റത്തിൽ ഏരിയയിൽ ഉള്ളതിനേക്കാൾ ഒരു 1/2 m അധികമുണ്ട്. അപ്പം ഈ ആംഗുലാർ മൊമെൻറ്റത്തിനേക്കാൾ ഒരു 1/2 m കുറവാണ് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയയിൽ. അപ്പം ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഏരിയയുടെ 1/2 m അധികമാണ്, ഇരട്ടിയാണ്. അപ്പോൾ LZ-നെ 1/2 m കൊണ്ട് ഡിവൈഡ്, നമുക്ക് കിട്ടിയ ഈ ആംഗുലാർ മൊമെൻറ്റിനെ 1/2 m കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. dA/dt 1/2 r² തീറ്റ എന്ന് പറയുന്നത് LZ/2m. കാരണം 1/2 m ആണ് LZ-ൽ അധികം ഉള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയനേക്കാൾ. അപ്പോൾ dA/dt 1/2 r² തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു LZ/2m എന്ന് കിട്ടും. Thus, the area traced by the radius vector is 1 second, or aerial velocity dA/dt of any planet around the sun is a constant. അതായത് റേഡിയസ് വെക്ടർ 1 സെക്കൻഡ് കൊണ്ട് ട്രേസ് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി dA/dt ഓഫ് എനി പ്ലാനറ്റ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും ഏതൊരു പ്ലാനറ്റിൻ്റെയും ഏരിയൽ വെലോസിറ്റി അഥവാ dA/dt എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് ഈസ് ദ കെപ്ലർ സെക്കൻഡ് ലോ. ഇതാണ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. Kepler's second law is the direct consequence of the fact that the angular momentum is a constant for particle moving under a central force. കെപ്ലറിൻ്റെ ലോ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിള് സെൻട്രൽ ഫോഴ്സിൻ്റെ അണ്ടറിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് കെപ്ലറിൻ്റെ ലോ എന്ന് പറയുന്നത്. In the case of a planet moving around the sun in elliptical orbit with the sun at one of the foci, the gravitational force acting on the planet is a central force. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ വൺ ഓഫ് ദ ഫോസിയിലുള്ള സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന ഒരു കേസിൽ ആ പ്ലാനറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സ് ആയിരിക്കും. ആസ് എ റിസൾട്ട് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ പ്ലാനറ്റ് അബൌട്ട് ദ സൺ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. As a consequence of the constancy of angular momentum, the aerial velocity of the planet is a constant. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും അറൗണ്ടിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആസ് ദ പ്ലാനറ്റ് മൂവ്സ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സം sun at the one of the foci, when the planet comes close to the sun it moves faster, and when the planet is away from the sun it moves slower. Okay, ഇത്രയാണ് ടോപ്പിക്ക്. ഓക്കെ, താങ്ക് യു.